ഇറാനെതിരെ നിങ്ങൾ തൊടുക്കുന്ന ഓരോ ആയുധങ്ങളും രക്തം പൊടിക്കുന്നത് റഷ്യയുടെ ഹൃദയത്തിലാണെന്ന് അമേരിക്കയും ഇസ്രായേലും മറക്കാതിരിക്കുക. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് മറുപടി പറയാൻ യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങുന്നത് സാക്ഷാൽ റഷ്യ ആയിരിക്കും. ലോകത്തേക്കും വെച്ച് ഏറ്റവും മാരകമായ ആണവായുധം കയ്യിലുള്ള അതേ റഷ്യ. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക കാലെടുത്ത് കുത്തിയാൽ അമേരിക്കയിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് സർവനാശമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ. ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും നൽകി ഇറാനെതിരെ സംഘടിക്കുന്ന അമേരിക്കയെയും അതുപോലെ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന പാശ്ചാത്യ ശക്തികളെയും കത്തിച്ച് ചാമ്പലാക്കുമെന്ന പുടിന്റെ പ്രഖ്യാപനം വന്നു. എന്നാൽ ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പുടിനെ പരിഹസിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോളൂ, ലോകത്തെ വിറപ്പിക്കുന്ന ആണവായുധ ശേഖരമുള്ള റഷ്യയാണ് നിങ്ങളിപ്പോൾ അപമാനിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം കനക്കുന്നതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അനാവശ്യമായി ഇറാനെ ആക്രമിക്കുകയോ ഇസ്രായേലിന് പ്രത്യക്ഷ സൈനിക സഹായം നൽകുകയോ ചെയ്താൽ പരിണതഫലം രൂക്ഷമായിരിക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി സെർജി റയാബ്കോവ് വ്യക്തമാക്കിയത്. ഇറാനിലെ സഹോദരങ്ങൾ കരുതിയിരിക്കണമെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ നിർദ്ദേശം. നിലവിലെ സ്ഥിതിയിൽ സമാധാനം സാധ്യമാണെന്നും നയതന്ത്രപരമായി പരിഹരിക്കാമെന്നും പുടിൻ വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആശങ്ക പരിഗണിക്കാമെന്നും ഒപ്പം തന്നെ ഇറാന് സമാധാനപരമായ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ അവസരമൊരുക്കിയുള്ള ഒരു പരിഹാരമാണ് പുടിന്റെ ഫോർമുല പോലും. വളരെ സങ്കീർണമായ സ്ഥിതിയാണ്, പക്ഷേ പരിഹാരമുണ്ടാക്കാവുന്നതാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഇത്രത്തോളം യുദ്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ മനുഷ്യനെയാണ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേൽ വധിക്കുന്ന സാഹചര്യമുണ്ടായാൽ റഷ്യ പ്രതികരണം എന്താകുമെന്ന ചോദ്യത്തിന് അത്തരമൊരു സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും താൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു പുടിന്റെ മറുപടി. ആരെയും റഷ്യ ഒന്നിനും നിർബന്ധിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നും നിലവിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള മാർഗം തേടുക മാത്രമാണ് ചെയ്യുന്നതെന്നും പുടിൻ വ്യക്തമാക്കി. തീരുമാനം പൂർണ്ണമായും രണ്ട് രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ കാര്യത്തിൽ ദശാബ്ദങ്ങളായി റഷ്യ സന്തുലിതമായ നയമാണ് തുടരുന്നത്. ഇസ്രയേലുമായുള്ള സാമ്പത്തിക സൈനിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥത വഹിക്കാമെന്ന പുടിന്റെ വാക്കുകളെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. എന്നാൽ സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന പുടിന്റെ വാക്കുകളെ ഡൊണാൾഡ് ട്രംപ് പരിഹസിക്കുകയാണ് ചെയ്തത്. ആദ്യം സ്വന്തം രാജ്യത്ത് സമാധാനം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്നും ഇസ്രായേലിനെയും ഇറാനെയും കുറിച്ച് പിന്നീട് ആകുലപ്പെടാമെന്നും ട്രംപ് പ്രതികരിച്ചു. ഇതോടുകൂടി റഷ്യയുടെ കോപത്തിന് പാത്രമാവുകയാണ് അമേരിക്ക ചെയ്തത്. കഴിഞ്ഞ കുറേ നാളുകളായി റഷ്യയും അമേരിക്കയും തമ്മിൽ പുലർത്തിപ്പോരുന്ന സൗഹൃദത്തെ മറന്ന് റഷ്യ നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതകളും ഏറി വരികയാണ്. അതായത് അമേരിക്കയുടെ അഹങ്കാരത്തിന് നല്ല പണി റഷ്യ കൊടുത്തിരിക്കും. അവിടെ റഷ്യ ഒറ്റയ്ക്കാകില്ല. റഷ്യയുടെ ഒപ്പം ഉത്തര കൊറിയയും അതുപോലെ ചൈനയും ഉണ്ടാകും. ഒപ്പം ഇറാനെ കാക്കാൻ പശ്ചിമേഷ്യയിലെ മിലിഷ്യൻ ഗ്രൂപ്പുകളും തയ്യാറാകും. പൊതുശത്രുവിനെ നേരിടാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഒക്കെ തന്നെ ഇറാന് പിന്തുണ നൽകി രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഹൂതികൾ പറഞ്ഞു കഴിഞ്ഞു. മധ്യേഷ്യയിലെ മാധ്യമ സ്ഥാപനമായ അൽ ജസീറ മുബാഷർ ടിവിയോടാണ് ഹൂതി അംഗം ഇക്കാര്യം ആദ്യം വെളിപ്പെടുത്തിയത്. പിന്നീട് ഹൂതി പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ മുഹമ്മദ് അൽ ബുഗൈത്തിയും പിന്തുണ പ്രസ്താവന സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇസ്രായേലുമായുള്ള സൈനിക ആക്രമണം തുടരവേ ഹൂതികൾ ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു മുഹമ്മദ് അൽ ബുഗൈത്തിയുടെ പ്രതികരണം. നേരത്തെ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ടെല്ലവീവ് ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ഹൂതികളുടെ ഈ നീക്കം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കുചേരുമെന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ ആക്രമണം തുടരവേ ആദ്യമായാണ് ഒരു സംഘം തെഹ്റാന് പരസ്യ പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്നത്. അമേരിക്ക ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു നീക്കം. കാനഡ, ഫ്രാൻസ് എന്നീ ലോകരാജ്യങ്ങളും G7 ഉച്ചകോടിക്കായി കാനഡയിൽ ഒത്തുചേർന്ന ലോക നേതാക്കളും ഇസ്രായേലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള G7 നേതാക്കളും യൂറോപ്യൻ യൂണിയനുമാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. നേരത്തെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവയ്ക്ക് മേലുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും ചൈന എതിർക്കുന്നു.
സംഘർഷ സാഹചര്യം തണുപ്പിക്കാൻ ക്രിയാത്മകമായ പങ്കുവഹിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു ചൈനയുടെ പ്രതികരണം. ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് ഇസാദ് അൽ റിഷക് ഇറാനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധം പരാജയപ്പെട്ടിരിക്കുന്നു. കാലങ്ങളായി പശ്ചിമേഷ്യയിലെ ജനങ്ങൾക്കിടയിൽ ജ്വലിപ്പിച്ച കഷ്ടപ്പാടിന്റെ തീയിൽ ഇസ്രായേൽ കഷ്ടപ്പെടുമെന്നും അൽ റിഷക് പറഞ്ഞു. ഒരു ധാർഷ്ട്യവും ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ലെന്നും ശിക്ഷയില്ലാത്ത ഒരു ആക്രമണവും ഉണ്ടാകില്ലെന്നും ഇറാൻ നൽകിയ തിരിച്ചടിയെ സൂചിപ്പിച്ച് ഹമാസ് നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് റജബ് തായിബ് എർദോഗനും ഇസ്രായേലിന്റെ എതിരായ പ്രതികരണമാണ് നടത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണം ലജ്ജാകരമായ പ്രകോപനമാണെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്നും എർദോഗൻ പ്രതികരിച്ചു. പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്ന നയമാണ് ഇസ്രായേലിന്റേത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും നിയമവിരുദ്ധവും വിനാശകരവുമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇസ്രായേലിന്റെ ഇത്തരം നടപടികൾ മിഡിൽ ഈസ്റ്റിനെയും അതുപോലെ ലോകത്തെ മുഴുവൻ ദുരിതത്തിലേക്ക് തള്ളിവിടും. സംഘർഷ മേഖലയിൽ രക്തച്ചൊരിച്ചിലോ നാശമോ കാണാൻ തുർക്കി ആഗ്രഹിക്കുന്നില്ലെന്നും എർദോഗൻ കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിനോട് കരുണയുണ്ടാകില്ലെന്നും ഒന്നിനും വഴങ്ങില്ലെന്നും ഖമേനി പറഞ്ഞു. തന്റെ ഔദ്യോഗിക എക്സ് പോസ്റ്റിലൂടെ ഹിബ്രു ഭാഷയിലായിരുന്നു ഖമേനിയുടെ പ്രതികരണം. ഇറാന്റെ ആകാശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് നിലവിൽ ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കും ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പരമോന്നത നേതാവ് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം എളുപ്പത്തിലുള്ള ലക്ഷ്യമാണ്, പക്ഷേ സുരക്ഷിതനാണ്. എപ്പോഴെന്തായാലും അദ്ദേഹത്തെ വധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലിൽ ഇറാൻ തീമഴ പെയ്യുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ലോകത്ത് റഷ്യ, അമേരിക്ക, ചൈന, ഇന്ത്യ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ മാത്രം കൈവശമുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിന്റെ ഹൃദയം പിളർന്ന് ഇപ്പോൾ ആഴത്തിൽ പതിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്നും സ്വന്തമാക്കിയ സാങ്കേതിക വിദ്യയുടെ ഈ ശക്തിയിൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ വഴി ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തിന്റെ പൊടി പോലും പിന്നെ ബാക്കി കാണില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റുന്നത്. ഇറാനെ ആക്രമിക്കുമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് അങ്ങനെയാണ്. സ്വന്തം പാർട്ടിക്കകത്തും അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും ട്രംപ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെ. അമേരിക്കയുടെ ചരിത്രം തന്നെയാണ് ഇതിലൂടെ മാറ്റിമറിക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ പിന്നിൽ നിന്നും കളിച്ച ഇറാനെ ആക്രമിക്കുന്ന അമേരിക്ക ഇനി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ വൻ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരിക. അതിലൊന്ന്, 10,000-കണക്കിന് അമേരിക്കൻ സൈനികർ ഇറാനുമായി ഏറ്റുമുട്ടലുണ്ടായാൽ തീർച്ചയായും കൊല്ലപ്പെടുമെന്ന കാര്യമാണ്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലും ഇറാൻ കടലിൽ മുക്കും. പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ 1,00,000 സൈനികരുടെ ശവപ്പറമ്പാണ് ഈ മേഖല മാറുക. ഇറാനിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായാൽ റഷ്യയും ചൈനയും ഇറാനായി രംഗത്തിറങ്ങുമെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് കാര്യങ്ങൾ കൈവിട്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഇപ്പോൾ തന്നെ എണ്ണവില കുതിച്ചുയർന്നു കഴിഞ്ഞു. അമേരിക്കയുടെ പിന്നിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലരും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകി ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റഷ്യ നൽകുന്ന പിന്തുണ ഇറാന് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും പുറമേ നിന്ന് കാണുന്നതിനേക്കാൾ സങ്കീർണമാണ്. ഇവർ തമ്മിൽ സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. റഷ്യ ഇറാന് ആയുധ വിതരണം ചെയ്യുകയും സിറിയയിലെ സംഘർഷത്തിൽ ഇറാന്റെ സഖ്യകക്ഷികളെ പിന്തുണയ്ക്കുകയും ചെയ്ത രാഷ്ട്രമാണ്. ഈ ബന്ധം ഒരു പരസ്പര ആവശ്യത്തിന്റെ ഫലം കൂടിയാണ്. റഷ്യയ്ക്ക് മധ്യപൂർവ്വ ദേശത്ത് ഒരു സഖ്യകക്ഷി വേണം. ഇറാന് പാശ്ചാത്യ ലോകത്തിന്റെ സമ്മർദ്ദത്തെ ചെറുക്കാൻ ഒരു ശക്തനെയും. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ റഷ്യ ഇറാന്റെ പിന്നിൽ ശക്തമായി നിലകൊള്ളുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഇതൊരു സുഹൃത്തിനെ പിന്തുണയ്ക്കുന്നത് പോലെ തോന്നാമെങ്കിലും ഇതിന്റെ പിന്നിൽ തന്ത്രപരമായ ലക്ഷ്യങ്ങളുമുണ്ട്. റഷ്യയ്ക്ക് മധ്യപൂർവ്വ ദേശത്തെ സ്വാധീനം നിലനിർത്തുക, അമേരിക്കയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുക എന്നിവ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ കൈവിടാൻ റഷ്യ ഒരിക്കലും തയ്യാറാകില്ല. റഷ്യ ഇറാന് നൽകുന്ന പിന്തുണ ഒരു രാഷ്ട്രത്തിന്റെ തന്ത്രം മാത്രമല്ല, അത് ലോകത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. നമുക്ക് ഈ സംഘർഷത്തെ ഒരു വാർത്തയായി മാത്രം കാണാതെ അതിന്റെ പിന്നിലെ മനുഷ്യരെ, അവരുടെ ഭയത്തെ, അവരുടെ പ്രതീക്ഷകളെ കുറിച്ച് ഓർക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യാം. എന്താണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട്? എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.